പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. കർമ്മലനാഥേ വാഴുക. കർമ്മല അമ്മേ വാഴുക. കർമ്മല മാതാവിൻ്റെ തിരുനാൾ ദിനം ജൂലൈ മാസം 16-ാം തീയതി. അമ്മമാര് മക്കളെ കാണാൻ വരുമ്പോൾ രണ്ട് കൈയും നിറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് വരുന്നതല്ലേ. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് അമ്മമാർ കാണാൻ വരുമ്പോൾ അല്ലെങ്കിൽ അപ്പച്ചന്മാർ കാണാൻ വരുമ്പോൾ രണ്ട് കൈയും നിറച്ച് സമ്മാനമായിട്ടാണ് വരിക. എത്ര പൈസ ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും പണയം വെച്ചാണെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും സമ്മാനവും ആയിട്ടേ അമ്മമാർ വരാറുള്ളൂ. നമ്മുടെ അമ്മ, സ്വർഗീയ അമ്മ, ഇതാ സ്വർഗത്തിൽ നിന്ന് രണ്ട് സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുക. ഒന്ന്, ജപിക്കുവാൻ ജപമാല. രണ്ട്, ധരിക്കുവാൻ ഉത്തരീയം. ജപിക്കുവാൻ ജപമാലയും ധരിക്കുവാൻ ഉത്തരീയവുമായി കർമ്മല അമ്മ ക്രോവേന്മാർ പേറുന്ന രഥത്തിൽ അമ്മ കടന്നു വന്നിരിക്കുകയാണ്. ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഓരോരുത്തരുടെ മേലും പരിശുദ്ധ അമ്മയുടെ ആ തൃക്കണ്ണുകളുടെ കടാക്ഷം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ശുശ്രൂഷയിൽ, ഈ കർമ്മല അമ്മയുടെ തിരുനാൾ ദിനത്തിൽ നമുക്ക് കർമ്മല മാതാവിനെക്കുറിച്ച് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ തക്കലയിലുള്ള ഒരു മനുഷ്യൻ ഗൂഗിളിനോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ഗൂഗിൾ പറഞ്ഞു കൊടുത്തു അത്രേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ ഉത്തരീയം ധരിക്കണം. വീണ്ടും ഗൂഗിളിനോട് ചോദിച്ചു, ഈ ഉത്തരീയം എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഗൂഗിൾ പറഞ്ഞു കൊടുത്തു, ഉത്തരീയം കർമ്മല ആശ്രമത്തിൽ നിന്നും കിട്ടും. അങ്ങനെ അദ്ദേഹം സെർച്ച് ചെയ്തു, തൊട്ടടുത്ത് എവിടെയാണ് കർമ്മല ആശ്രമമുള്ളത്. അങ്ങനെ ഒരു കർമ്മല ആശ്രമത്തിൽ ചെന്ന്, എനിക്ക് സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമാണെന്നും മറ്റൊരു സമുദായത്തിൽപ്പെട്ട അദ്ദേഹം അച്ഛനോട് പറഞ്ഞു, എനിക്ക് ഗൂഗിളിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായ ഒരു കാര്യം ഉത്തരീയം ധരിക്കേണ്ടതാണെന്നും ഗൂഗിൾ പറഞ്ഞതനുസരിച്ചാണ് ഞാനിവിടെ വന്നത്. ദയവ് ചെയ്ത് എനിക്കൊരു ഉത്തരീയം അങ്ങ് തരണം. അച്ഛൻ അവനോട് സംസാരിച്ചു. അദ്ദേഹം വലിയ മദ്യപാനിയും ധാരാളം ചീത്ത വാക്കുകൾ സംസാരിക്കുന്ന ആളും കുടുംബത്തിൽ അലോരസവും ഭിന്നതയുമെല്ലാം നിറഞ്ഞ് ധാരാളം ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ അകന്ന് ദൈവം ആരാന്ന് പോലും അറിയത്തില്ലാത്ത ഒരു പാവം മനുഷ്യൻ. എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ് എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന്. അദ്ദേഹത്തോട് അച്ഛൻ പറഞ്ഞു, മോനെ, നീ ഇപ്രകാരം പാപ വഴിയിലൂടെ നടന്നാൽ നിനക്ക് എങ്ങനെ സ്വർഗത്തിൽ പോകാൻ പറ്റും? വന്നുപോയ അവിശ്വസ്തതകളൊക്കെ ഓർത്ത് ദൈവത്തോട് ഒരു നിമിഷം ഒന്ന് മാപ്പിരക്കുക. ഞാൻ നിനക്കൊരു ഉത്തരീയം തരാം. ഇത് കർമ്മല അമ്മയുടെ സ്ഥാനിക വസ്ത്രമാണ്. ഈ വസ്ത്രം ധരിക്കുമ്പോൾ നിനക്ക് ജീവിതത്തിൽ നിനക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രലോഭനങ്ങളും പ്രതിസന്ധികളും, നീ കടന്നു പോകുന്ന സഹനമെന്ന യാഥാർത്ഥ്യവും, നീ ഇന്ന് കടന്നു പോകുന്ന പാപ വഴികളൊക്കെ നിനക്ക് വിട്ടുപേക്ഷിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം വഴിയായിട്ട് കിട്ടും. അങ്ങനെ ഇദ്ദേഹം അച്ഛൻ കൊടുത്ത ആ ചരട്, രണ്ടറ്റങ്ങൾ കൂട്ടിക്കെട്ടിയ കമ്പിളി വസ്ത്രം കൊണ്ട് പൊതിഞ്ഞ രണ്ടറ്റങ്ങളിൽ ഉള്ള രണ്ട് തട്ടുകളുള്ള ഉത്തരീയം അച്ഛൻ അദ്ദേഹത്തെ ധരിപ്പിച്ചു. അദ്ദേഹം പരിശുദ്ധ അമ്മ എന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് അദ്ദേഹം കർമ്മലനാഥയെക്കുറിച്ചൊക്കെ കേൾക്കുക. അച്ഛൻ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു, ആരാണ് കർമ്മലനാഥ, എന്താണ് കർമ്മല അമ്മയുടെ പ്രത്യേകത. അച്ഛൻ ഇപ്രകാരമാണ് പറഞ്ഞു കൊടുത്തത്, മോനെ, ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നവരാണ് അപ്പന്മാർ. മോൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. നിൻ്റെ ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിച്ച് ജീവിതം സുരക്ഷിതമായി മുന്നോട്ടേക്ക് നീങ്ങാൻ നിനക്ക് സാധിക്കാതെ പോകുവാണെങ്കിൽ നീ പ്രത്യേകിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുക. കർമ്മല മല നീ കേട്ടിട്ടില്ലായിരിക്കാം, പക്ഷേ പാലസ്തീനയിലെ കർമ്മല മലയിൽ ജീവിച്ചിരുന്ന സന്യാസികൾ വലിയ ഒരു പ്രതിസന്ധി അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നു. 1251 ജൂലൈ മാസം 16-ാം തീയതി സൈമൺ സ്റ്റോക്ക് എന്ന കർമ്മല സഭയുടെ പ്രിയോർ ജനറൽ പരിശുദ്ധ കർമ്മലനാഥയുടെ തിരുസ്വരൂപത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തിക്കൊണ്ട് തൻ്റെ വലിയ പ്രതിസന്ധിയിൽ നിന്നും, തൻ്റെ സഭ അഭിമുഖീകരിക്കുന്ന അകത്തുനിന്നും പുറത്തുനിന്നും ഉണ്ടായിരിക്കുന്ന വലിയ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയോടെ മുഴങ്കാലിൽ നിന്ന് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അർദ്ധരാത്രിയുടെ കനത്ത ഇരുട്ടിൽ ഇതാ വലിയൊരു പ്രകാശധോരണി അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പരിശുദ്ധ കർമ്മലനാഥ ഒരു കൈയിൽ ഉണ്ണിയേശുവിനെയും മറു കൈയിൽ കർമ്മല ഉത്തരീയവുമായി കടന്നു വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു,
എൻ്റെ മകനെ, നിനക്കും സകല കർമ്മലീത്തർക്കുമുള്ള വലിയൊരു ആനുകൂല്യമാണിത്. ഇത് സാഹോദര്യത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാൾ പോലും നിത്യനരകാഗ്നിയിൽ ഉൾപ്പെടുകയില്ല. സാഹോദര്യത്തിൻ്റെ അടയാളം, രക്ഷയുടെ അച്ചാരം. പ്രിയപ്പെട്ടവരെ, എന്താണ് കർമ്മല ഉത്തരീയം? ഗൂഗിളിനോട് ചോദിച്ച് ഗൂഗിൾ പറഞ്ഞു കൊടുത്തതനുസരിച്ച് കർമ്മല ഉത്തരീയം വാങ്ങി ധരിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്നു മുതൽ, ആ നിമിഷം മുതൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. അദ്ദേഹം വീട്ടിൽ ചെന്ന് ആഹാരം കൊടുക്കുമ്പോൾ മദ്യപിച്ചിട്ട് വരുന്ന അദ്ദേഹം ധാരാളം ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ഭാര്യയെ വിഷമിപ്പിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത കറിയാണെങ്കിൽ ഭക്ഷണം എടുത്ത് എറിയാറുണ്ട്. എന്നാൽ അദ്ദേഹം വളരെ ഏകാഗ്രതയോടുകൂടെ, വളരെ അച്ചടക്കത്തോടുകൂടെ, ഒരു ചീത്ത വാക്കും പോലും പറയാതെ അദ്ദേഹം ആഹാരമെല്ലാം വാരി കഴിക്കുന്നു. ഭാര്യ രാത്രിയിൽ പരിശോധിച്ച് ഇദ്ദേഹത്തിന് എന്തു പറ്റി, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഒരു ചരട് കണ്ട് അപ്പോൾ ആ സ്ത്രീക്ക് തോന്നിക്കാണും ഇതെന്തോ ഇദ്ദേഹം എവിടെയോ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നേരം വെളുത്ത് കുടിക്കാനുള്ള സമയമായി, ഇദ്ദേഹം കുടിക്കുന്നില്ല, ഇദ്ദേഹം യാതൊരു ചീത്ത വാക്കും പറയുന്നില്ല. ഇദ്ദേഹം ഇങ്ങനെ ഭാര്യയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾ ചോദിച്ചു, എൻ്റെ മനുഷ്യനെ, നിങ്ങൾക്ക് എന്നാ പറ്റി? നിങ്ങൾ എന്തുമാത്രം ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ്, നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ആരാ നിങ്ങളെ മാറ്റിമറിച്ചത്? അപ്പോൾ അദ്ദേഹം താൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യവും കർമ്മല ആശ്രമം അന്വേഷിച്ചു പോയ കാര്യവും അവിടെ നിന്നും രണ്ടറ്റങ്ങൾ കൂട്ടിക്കെട്ടിയ ആ തട്ടുകളുള്ള ചരട് തൻ്റെ കഴുത്തിൽ അച്ഛനെ അണിയിച്ചതും ആ ചെങ്ങല അണിയിച്ചതിൽ പിന്നെ തനിക്ക് വന്ന മാറ്റവും തൻ്റെ മനസ്സിന് വന്ന ശാന്തിയും രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയതും പാപജീവിതം വിട്ടുപേക്ഷിക്കാനുള്ള ഒരു കൃപ കിട്ടിയതും ഇദ്ദേഹം ഇങ്ങനെ വാതോരാതെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ പറഞ്ഞു, 2 ദിവസം ഞാനൊന്ന് നോക്കട്ടെ, ഇതെന്താണ് ഈ ഉത്തരി എന്നൊക്കെ പറയണത്, അപ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് സത്യമാണോ എന്ന്. 2 ദിവസം ഞാനങ്ങ് നോക്കട്ടെ എന്ന് പറഞ്ഞു. 2 ദിവസമായിട്ടും ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദേഷ്യമോ ഇദ്ദേഹത്തിൻ്റെ അധരത്തിൽ നിന്നൊരു ചീത്ത വാക്കുകളൊന്നും കേൾക്കാൻ ഭാര്യയ്ക്ക് സാധിച്ചില്ല. ഭാര്യ പറഞ്ഞു, എന്നെ നിങ്ങൾ അവിടെ ഒന്ന് കൊണ്ടുപോയി എനിക്കും ഇങ്ങനെ ഒരു ചരട് എനിക്കും ഒന്ന് ഇട്ട് തരണം എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, 2 പേരും ഒരു മാനസാന്തര ജീവിതം നയിക്കുവാൻ ദൈവം ഇടവരുത്തി. ഹല്ലേലൂയ. എന്താണ് കർമ്മല? എന്താണ് കർമ്മല ഉത്തരീയത്തിൻ്റെ പ്രത്യേകത? നിങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ശബ്ദപരിധിയിൽ വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കഴുത്തിൽ ഉത്തരീയം ഉണ്ടായിരിക്കും അല്ലേ? നമുക്ക് ആ ഉത്തരീയത്തിൻ്റെ തട്ടിലേക്ക് ഒന്ന് കയറി പിടിച്ചാലോ? നമുക്കറിയാം, ഞാനൊരു ഉത്തരീയം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 അറ്റങ്ങൾ കൂട്ടിക്കെട്ടിയ ഉത്തരീയം അല്ലേ? ഇവിടെ നമുക്കറിയാം, ഇത് ഒരു കമ്പിളി വസ്ത്രമാണ്. കൊച്ചുകുട്ടികളെ മഞ്ഞടിക്കാതെ, മഴയടിക്കാതെ, കാറ്റടിക്കാതെ അമ്മമാർ ആശുപത്രിയിലും പള്ളിയിലും ഒക്കെ കൊണ്ടുപോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ വസ്ത്രത്തിൻ്റെ അകത്ത് പൊതിഞ്ഞ് സോക്സും തൊപ്പിയൊക്കെ വെച്ച് അത്ര സൂക്ഷ്മതയോടൊരു കുഞ്ഞു പൊടി പോലും അടിക്കാതെ ആ കുഞ്ഞുങ്ങളെ അത്ര സുരക്ഷിതമായിട്ട് കൊണ്ടു നടക്കും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ ഉത്തരീയം ധരിച്ചിരിക്കുന്ന ഓരോ വ്യക്തിയെയും പൊതിഞ്ഞു പിടിക്കുന്ന പുതപ്പാണ് ഈ കർമ്മല ഉത്തരീയം എന്ന് പറയുന്നത്. കർമ്മലയുടെ ഫലം, പരിശുദ്ധ കർമ്മലനാഥ വലിയ പ്രതിസന്ധിയിൽ സൈമൺ സ്റ്റോക്ക് എന്ന് പറയുന്ന ആ ശ്രേഷ്ഠനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അമ്മ പറഞ്ഞത് ഇപ്രകാരമാണല്ലോ, ഇത് വലിയ സാഹോദര്യത്തിൻ്റെ അടയാളം, രക്ഷയുടെ അച്ചാരം മാത്രമല്ല, ഇതൊരു സ്നേഹത്തിൻ്റെ പ്രതീകം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉത്തിരി ആരെങ്കിലുമൊക്കെ ധരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഉത്തിരിയും ധരിക്കാനായിട്ട് പരിശ്രമിക്കാം. നിങ്ങൾ തട്ടിലൊന്ന് കയറി പിടിച്ചേ. നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ചുമ്മാ ഒരു ചരടല്ല, വെഞ്ചിരിച്ച ഉത്തരീയം വൈദികനിൽ നിന്നും ഔദ്യോഗികമായി ആദ്യ കുർബാനയുടെ സമയത്തൊക്കെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. എത്ര വലിയ അനുഗ്രഹമാണ് ഒരു ഉത്തരീയം ധരിക്കുന്ന ഒരു കുഞ്ഞിന് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഉത്തരീയത്തിൻ്റെ തട്ടയിലൊന്ന് പിടിച്ച് അന്ന് അർദ്ധരാത്രിയുടെ പ്രതിസന്ധിയിൽ ആ സൈമൺ സ്റ്റോക്ക് പുണ്യവാൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ച, കണ്ണുനീരോടെ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നമുക്കൊന്ന് ഉച്ചത്തിൽ ഇപ്പോൾ ഒന്ന് ആവർത്തിച്ച് നമുക്കൊന്ന് ചെല്ലാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സൂര്യ തേജസ്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൻ്റെ അകത്തളങ്ങളൊക്കെ ശൂന്യതയിലും ഇരുട്ടിലൊക്കെ വ്യാപരിക്കുന്ന പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. നമുക്കാർക്കും ഇരുട്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ട് മാറാൻ സാധ്യതയില്ല. അവിടേക്ക് വെളിച്ചം കടന്നു വരണം. സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, നക്ഷത്രങ്ങൾ കൊണ്ട് വലയം കിരീടം ചാർത്തിയ പരിശുദ്ധ അമ്മയുടെ ആ പരിശുദ്ധിയുടെ സൂര്യപ്രഭയിൽ നിന്ന് അന്ധകാര ശക്തികൾ ഓടി ഒളിക്കുക തന്നെ ചെയ്യും. നരകസർപ്പത്തിൻ്റെ തല തകർക്കാൻ സ്വർഗം പ്രത്യേകിച്ച് കൃപ കൊടുത്ത പരിശുദ്ധ അമ്മയോട് ചേർന്നാണ് നമ്മൾ ഈ സമയം ഇവിടെ ചെലവഴിക്കുക.
അപ്പോൾ നമുക്ക് ഈ ഉത്തരീയത്തിൻ്റെ തട്ടയിലൊന്ന് പിടിച്ച് അമ്മ ചൊല്ലിയ വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ കണ്ണുനീരോടെ വിലാപത്തോടു കൂടെ ആരും സഹായിക്കാനില്ലാത്ത കൂരിൽ തിങ്ങിയ രാവിലെ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നമുക്കൊന്ന് ചെല്ലാം. കർമ്മലയിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിൻ്റെ അന്യാദൃശവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന് ദൈവപുത്രനെ പ്രസവിച്ചവളെ, എൻ്റെ ഇന്നത്തെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് എനിക്കിന്ന് കാണിച്ചു തരണമേ. അങ്ങ് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. നമുക്കറിയാം, ഒരു കുഞ്ഞ് കൂരിരുട്ടിലാണെന്നറിഞ്ഞാൽ ഒരമ്മയ്ക്ക് എങ്ങനെ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുമല്ലേ? നമ്മളെല്ലാവരും അമ്മമാരുള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കൂരിരുളുകളും ഒന്ന് മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് സാധിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു കാലഘട്ടം, വിഷലിപ്തമായ ഈ ഒരു കാലഘട്ടത്തിൽ കുതിച്ചു പായുന്ന ഈ ഒരു ശാസ്ത്രയുഗത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ വീക്ഷണത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ അവർക്ക് വളർത്തമ്മയായ നമ്മൾ മാത്രം പോരാ. അവർക്കൊരു സ്വർഗീയ തേജസ് കൊണ്ട് നിറഞ്ഞ ഒരു സ്വർഗീയ അമ്മ കൂടെ ആവശ്യമുണ്ട്. നമുക്കറിയാം, ഈശോ കുരിശിൽ നിന്നും ഇങ്ങനെ പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ എന്ന് കുരിശിൽ നിന്നും ആ കാരിരും പാണ്ടികളിൽ തൂങ്ങിയാടി ഈശോ പറഞ്ഞു. അപ്പോൾ കുരിശിൻ്റെ ചുവട്ടിലെ പരിശുദ്ധ അമ്മയും വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും മറ്റേ അവർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നിൻ്റെ മകൻ എന്ന് പരിശുദ്ധ അമ്മയുടെ കാതുകളിൽ മുഴങ്ങിയ ആ ക്ഷണത്തിൽ പരിശുദ്ധ അമ്മ തൻ്റെ പുത്രനിൽ നിന്നും കണ്ണു പറിച്ച് വെട്ടിത്തിരിഞ്ഞ് യോഹന്നാനെ നോക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, യോഹന്നാൻ, എവിടെ എൻ്റെ മകൻ യൂദാസ്? നീ ധൃതിപ്പെട്ടോടി യൂദാസിനെ കൂട്ടിക്കൊണ്ടുവരിക. തൻ്റെ ഏകപുത്രനെ ഈ യുവത്വത്തിൻ്റെ പൂർണ്ണതയിൽ കാരിരും പാണികൾ അടിച്ച് കൊല്ലാൻ തക്കവിധം ചുംബനം കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്ത, വഞ്ചനയുടെ ചുംബനം കൊണ്ട് തൻ്റെ പുത്രനെ വഞ്ചിച്ച ആ യൂദാസിനോട് പോലും ക്ഷമിക്കാൻ തയ്യാറായിക്കൊണ്ട് യൂദാസിൻ്റെ ആത്മാവിന് വേണ്ടി പോലും വാഞ്ചയോടെ ആഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ, മകനെ യോഹന്നാൻ, നീ ധൃതിപ്പെട്ടോടുക. എൻ്റെ മകൻ എവിടെ? എൻ്റെ മകൻ യൂദാസ്, നീ വേഗം ധൃതിപ്പെട്ടു പോയി നീ യൂദാസിനെ കൂട്ടിക്കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മൾക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന പല മായാ കാഴ്ചകളിൽ പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബാംഗങ്ങളൊക്കെ വ്യതിചലിച്ചു പോകുന്നെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ ഈ ഒരു ഈ ഒരു ചരട് അവരെ ഒന്ന് ബന്ധിച്ചിടാനായിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഞാൻ ഒരിക്കൽ ഒരു ചേച്ചി ഇങ്ങനെ കണ്ടുമുട്ടാനായിട്ട് ഇടയായി. വളരെ ദൈവഭയം നിറഞ്ഞ ഒരു സ്ത്രീ. ആ ചേച്ചി ഞാൻ ഇങ്ങനെ ആലുവ അടുത്തൊരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ചെന്നപ്പോൾ കണ്ടുമുട്ടിയതാണ്. പരിശുദ്ധ കുർബാന കഴിഞ്ഞപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ, എനിക്ക് കുറച്ച് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കണം. അങ്ങനെ ആ ചേച്ചിക്ക് സമയം കൊടുത്തപ്പോൾ ആ ചേച്ചി എന്നോട് പറയുകയാണ്, സിസ്റ്റർ, ഞാൻ നല്ലൊരു കുടുംബത്തിലെ അംഗമാണ്. ഞാൻ നല്ല ദൈവഭയം നിറഞ്ഞ അപ്പനും അമ്മയും ഞങ്ങളെ നന്നായിട്ടൊക്കെ വളർത്തി. എന്നെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വിട്ടപ്പോൾ എനിക്ക് 2 ആയുധങ്ങൾ എൻ്റെ അമ്മ എനിക്ക് തന്നുവിട്ടു. ഒന്നാമത്തെ ആയുധം പ്രാർത്ഥന എന്ന ആയുധമായിരുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്തെല്ലാം ഉൾക്കൊള്ളും. ഒന്നാമത്തെ ആയുധം പ്രാർത്ഥന എന്ന ആയുധം. എൻ്റെ വീട്ടിൽ 4-5 പെൺകുട്ടികളുള്ള എൻ്റെ വീട്ടിൽ ഏറ്റവും മോശം ആൾ ഞാനായിരുന്നു. ഒന്നും പഠിക്കത്തില്ല, അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സ് മുതൽ എല്ലാവരാലും തഴയപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഞാൻ ജപമാല തനിച്ച് ചെല്ലാനായിട്ട് പഠിച്ചെടുത്തു. അങ്ങനെ മുറിയിൽ ഏകാന്തതയിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ തങ്ങളെ തന്നെ അലങ്കരിക്കുകയും ക്യൂടെക്സ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ തനിച്ചിരുന്ന് ഞാൻ ജപമാല ചെല്ലാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ എൻ്റെ അമ്മ എന്നെ കെട്ടിച്ചു വിട്ടപ്പോഴും എനിക്ക് 2 ആയുധങ്ങൾ തന്നുവിട്ടു. ഒന്നാമത്തെ ആയുധമായിരുന്നു പ്രാർത്ഥന. രണ്ടാമത് തന്നുവിട്ട മറ്റൊരു ആയുധമായിരുന്നു ദൈവവചനമെന്ന ആയുധം. അങ്ങനെ ഈ 2 ആയുധങ്ങൾ വേണ്ടി ഞാൻ എൻ്റെ കെട്ടിച്ചുവിട്ട് എൻ്റെ ഭർത്തൃഗ്രഹത്തിലേക്ക് വന്നു. പുറമേ നോക്കിയാൽ എല്ലാം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരാനന്ദ കുടുംബം എന്ന് പുറമേ നോക്കിയാൽ തോന്നും. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് മനസ്സിലായി, ഞാൻ വന്ന് കയറിയ കുടുംബം, ആ കുടുംബത്തിൽ സമാധാനം ഒരു കിണറായി സങ്കല്പിച്ചാൽ ഒരു കിണറിൻ്റെ 1500 അടി താഴ്ചയിലാണ് ഈ സമാധാനം കിടക്കുന്നത്. ആ കുടുംബത്തിൽ സന്തോഷം എന്ന് പറയുന്നത് 1000 അടി താഴ്ചയിലാണ്. എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തൻ്റെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, ഭർത്താവിൻ്റെ സഹോദരങ്ങൾ, ഇവരെല്ലാം 1000 അടി താഴ്ചയിൽ നിന്നും അവരെ കയറ്റിക്കൊണ്ട് വന്നാൽ മാത്രമേ എൻ്റെ ഹൃദയത്തിൽ അവർക്ക് ഇടം കൊടുക്കാനായി സാധിക്കുകയുള്ളൂ.
വളരെയധികം അസ്വസ്ഥതകൾ തുളുമ്പി നിന്ന ഒരു കുടുംബത്തിലേക്ക് 1500 അടി താഴ്ചയിൽ സമാധാനവും സന്തോഷവും സമ്പത്തെല്ലാം ഉറഞ്ഞു കിടക്കുന്നത് കണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ പകച്ചു നിന്നപ്പോൾ എൻ്റെ അമ്മ തന്നുവിട്ട പ്രാർത്ഥന എന്ന ആയുധം, അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായി അമ്മ പറഞ്ഞത്, നിനക്ക് എത്ര അടി താഴ്ചയിൽ സമാധാനം സന്തോഷവും സ്നേഹവും കിടന്നാലും മകളെ, നിനക്കതെല്ലാം കോരി നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനായിട്ട് സാധിക്കും. നീ കോരണം 1500 അടി താഴ്ചയിൽ കിടക്കുന്ന ആ സമാധാനത്തെ നിൻ്റെ വീട്ടിലേക്ക് കോരിക്കൊണ്ടുവരാൻ ഒരായുധം നിനക്ക് ഞാൻ തന്നുവിടുന്നു. സിസ്റ്റർ, ഞാൻ ജപമാല എന്ന ആയുധം ഉപയോഗിച്ച് ഉത്തരീയം ധരിച്ച് ഞാൻ കോരാൻ ആരംഭിച്ചു. ഞാൻ കോരിത്തുടങ്ങി കിണറിൻ്റെ 1500 അടി താഴ്ചയിലേക്ക് ഞാൻ ഇറക്കി എൻ്റെ ജപമാല എന്ന ആയുധം. ഈ ചരടിൽ കോർത്ത ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ ജപമാല ഞാൻ താഴേക്ക് ഇറക്കി സിസ്റ്റർ. 1500 അടി താഴ്ചയിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ട് 3 മണിക്ക് അലാം വെച്ച് എണീറ്റ് ഞാൻ അങ്ങനെ 1500 അടി താഴ്ചയിൽ കിടന്നിരുന്ന സമാധാനവും സന്തോഷവും ഒരു പ്രകാരത്തിൽ എൻ്റെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞാൻ അധ്വാനിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അമ്മ എനിക്ക് തന്നുവിട്ട 2 ആയുധങ്ങൾ ഉപയോഗിച്ച് ഞാൻ കിണറിൻ്റെ അടിയിൽ 1500 അടി താഴ്ചയിൽ കിടന്ന സന്തോഷ സമാധാന സംതൃപ്തിയൊക്കെ എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രകാരത്തിൽ കയറ്റിക്കൊണ്ട് വന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അപ്പനും അമ്മയും കൂടെ വിളിച്ചിട്ട് എന്നോട് ഭർത്താവിനെ കൂടെ, ഒരു കുഞ്ഞു കുട്ടിയുള്ള ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 5000 രൂപ ഞങ്ങൾക്ക് ചില്ലറയായി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അടുത്ത ആൾ കല്യാണം കഴിക്കാറായി, നിങ്ങൾ അത്ര ഞങ്ങൾ വിചാരിച്ചതുപോലെയൊന്നുമല്ല, നിങ്ങളിവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊരു മക്കളൊക്കെ ആയല്ലോ, ഇനി പോയി വാടകയ്ക്ക് താമസിച്ച് തന്നെ അധ്വാനിച്ച് നിങ്ങൾ ജീവിക്കുക. എന്ത് ചെയ്യണമെന്നറിയാതെ വീണ്ടും സിസ്റ്റർ അമ്മ പറഞ്ഞു തന്നു, മോളെ, നിൻ്റെ ശരീരത്തിൽ എല്ലാ വസ്ത്രങ്ങളും മാറ്റിയാലും ഉത്തരിയും എന്നും നിനക്കൊരു സംരക്ഷണ കവചം, അത് പൊട്ടിപ്പോയാലും ഒന്നോടെ വെഞ്ചരിച്ച് ഉത്തരിയൊക്കെ ധരിക്കണം. അങ്ങനെ പൊട്ടി നുറുങ്ങിയ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ എൻ്റെ ഭർത്താവും ഞാനും കൂടെ പരസ്പരം കണ്ണിൽ നോക്കി ഈ ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ട് ഈ 5000 രൂപയായിട്ട് ആലുവ ടൗണിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാവി എന്താണ്? ഒരു വാടകയ്ക്കൊരു വീടെടുക്കണമെങ്കിൽ പോലും അതിന് പോലും സാധിക്കില്ല. ഒരു മുറവും കുറച്ച് സവോളയും ഒക്കെ വാങ്ങിച്ച് 3500 രൂപ വാടകയ്ക്കുള്ള ഒരു വീട് തേടിപ്പിടിച്ച് ഞങ്ങൾ അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ഞങ്ങൾ ചെന്ന് കയറുകയാണ്. സിസ്റ്റർക്ക് ചിന്തിക്കാൻ സാധിക്കും, ഒരു യുവതിയായി ഞാനും എൻ്റെ ജോലി ഒന്നും ഇല്ലാത്ത ഭർത്താവും ഞങ്ങളങ്ങനെ ഈ 5000 രൂപ അവിടെ ഞങ്ങൾ രണ്ടും പരസ്പരം കണ്ണി നോക്കിയിരുന്നു. ഞാൻ പറഞ്ഞു, ചേട്ടൻ വിഷമിക്കരുത്, ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു ആയുധം ഉപയോഗിച്ച് നമുക്ക് സമ്പത്തില്ലെങ്കിൽ എത്ര അടി താഴ്ചയിലേക്ക് നമ്മൾ പോയാലും ഈ സമ്പത്തും ആരോഗ്യവും നമ്മുടെ സന്തോഷവും എല്ലാം മടക്കിക്കൊണ്ട് തരാനായിട്ട് ഈ ആയുധത്തിന് സാധിക്കും. ഞങ്ങളെ ഇറക്കി വിട്ടവരെക്കുറിച്ച് ഒരക്ഷരം പോലും നെഗറ്റീവ് ചിന്തിക്കാനോ പറയാനോ ഞാൻ എൻ്റെ ഭർത്താവും ഞാനും തുനിഞ്ഞില്ല. ഞങ്ങൾ അന്ന് മുതൽ യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. സങ്കീർത്തനം 144:1, യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതുവാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടുന്ന് പരിശീലിപ്പിക്കുന്നു. സിസ്റ്റർ, ഞാൻ ഈ ഉത്തരീയവും ധരിച്ച് എൻ്റെ ഭർത്താവിനെ ഉത്തരീയം ധരിപ്പിച്ച് ഈ ഉത്തരീയ മാതാവിൻ്റെ കർമ്മല അമ്മയുടെ കാപ്പയുടെ കീഴിലായിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞാൻ സിസ്റ്ററിനോട് ചുരുക്കി പറയാം, 5000 രൂപയും ഒരു മുറത്തിൻ്റെ അകത്ത് കുറച്ച് സവോളയുമായി ആ വാടക വീട്ടിലേക്ക് കടന്ന് ഞങ്ങൾക്ക് ഇന്ന് ആലുവ ടൗണിൽ 5 കോടിയിലധികം രൂപയുടെ സ്വത്തുണ്ട്. മാത്രമല്ല, ഈ ലോകത്തിൽ ഈ ഒരു ജില്ലയിലെ ഏറ്റവും സമാധാനം അനുഭവിക്കുന്ന ഒരു കുടുംബം, സന്തോഷ സമാധാനങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കുടുംബമാണെന്ന് ചങ്കിൽ കൈവച്ച് എനിക്ക് പറയാൻ സാധിക്കും. കാരണം ഞാൻ ആശ്രയിച്ച പരിശുദ്ധ അമ്മ, ഞാൻ ആശ്രയിച്ച ജപമാല, ഞാൻ ധരിച്ച ഉത്തരീയം എന്നെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എന്നെ എൻ്റെ കുടുംബത്തെയും ഇന്നും പരിപാലിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കോർക്കാം, നമ്മൾ ഈ 2026 ആണ്ടിലെ ഈ ഒരു കർമ്മല അമ്മയുടെ തിരുനാൾ ആഘോഷം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ജീവിതത്തിലും ഈ വജ്രായുധങ്ങൾ, അണുബോംബിനേക്കാളും വലിയ ശക്തിയുള്ള, അത്രമാത്രം ശക്തി നിറഞ്ഞ ഈ ആയുധങ്ങൾ നമുക്കെല്ലാവർക്കും കരങ്ങളിലെടുക്കണം. ഉത്തരീയം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എന്തൊക്കെ ആനുകൂല്യങ്ങളാണ്. അശുദ്ധ പീഡയിൽ നിന്നുള്ള ജയം,
അതായത് അശുദ്ധ പീഡയിൽ നിന്നുള്ള മോചനം. ഈ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അശുദ്ധ പീഡയെന്നും അതിൽ നിന്ന് മോചനം കിട്ടാൻ അനേക സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഉത്തിരിയം ധരിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വലിയ ഒരു ഉറപ്പ് വരുത്തണം. ഓരോ പ്രാവശ്യവും നമ്മൾ ഉത്തിരിയത്തിൻ്റെ ഈ ഒരു കമ്പിളി തട്ടിൽ നമ്മളിങ്ങനെ ചുംബിക്കുമ്പോൾ 300 ദിവസത്തെ ദണ്ഡവിമോചനം സഭ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് നമ്മൾ നേരം വെളുത്ത് ആദ്യമേ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം എവിടെയാണ് മൊബൈൽ ഫോൺ, എവിടെയാണ് ടോർച്ച്, എവിടെയാണ് നമ്മളുടെ സ്വിച്ച് ബോർഡ് എവിടെയാണെന്നൊക്കെ നമ്മളിങ്ങനെ തപ്പാറുണ്ടല്ലേ. ആദ്യമേ തന്നെ നമ്മുടെ കഴുത്തിൽ തപ്പി നമുക്ക് ഈ ഒരു ഉത്തിരിയം എടുത്തിട്ട് ഉത്തിരിയം ഒന്ന് ചുംബിച്ച ശേഷം നമുക്ക് ബാക്കി പണികളൊക്കെ ആരംഭിക്കാം. പരിശുദ്ധ അമ്മയോട് എത്ര അധികമായി നമ്മൾ അടുക്കുന്നുവോ അത്ര അധികമായി ദൈവാനുഗ്രഹത്തിൻ്റെ കലവറ നമുക്ക് തുറന്ന് കിട്ടും. നമുക്കറിയാം, യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 1-ാം വചനം പറയുന്നുണ്ട്, യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ആനുകൂല്യമാണ് അശുദ്ധ പീഡയിൽ നിന്നുള്ള മോചനം. രണ്ടാമത്തെ ആനുകൂല്യമാണ്, അതായത് ബലഹീനത മൂലം പാപത്തിൽ വീഴുവാനിടയായാൽ ഉടൻ തന്നെ മനസ്തപിച്ച് തിരികെ നടക്കാനുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം വഴിയായി നമുക്ക് ലഭിക്കുന്നു. പ്രത്യേക തഴക്കദോഷങ്ങളിലൊക്കെ അകപ്പെട്ടു പോയവർ, ഏതെങ്കിലും തിന്മയുടെ പിടിയിൽ അകപ്പെട്ടു പോയവർ, അതിൽ നിന്നുള്ള വിമോചനം സാധ്യമാക്കുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഈ ഉത്തിരിയൊക്കെ ധരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഞാൻ ഓർക്കുകയാണ്, വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യവാൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു. അവൾ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെ ഡിപ്രഷനിലേക്ക് താഴ്ന്നു പോവുകയാണ്. ചോദിച്ചു, എന്ത് പറ്റി? ഞാനിങ്ങനെ വിദേശത്താണ്. അവൾ ഇങ്ങനെ ഡാൻസ് പാർട്ടി, രാത്രി നൈറ്റ് പാർട്ടിക്ക് പോയി. അവിടെ ഇങ്ങനെ 100-300ഓളം ആളുകൾ ഒരുമിച്ച് കൂടി കരങ്ങളൊക്കെ കോർത്ത് പിടിച്ച് പുരുഷനും സ്ത്രീ ഒരുമിച്ച് ഡാൻസൊക്കെ കളിക്കുന്ന അങ്ങനെ ഒരു നൈറ്റ് പാർട്ടിക്ക് പോയി. 100-300-ലധികം ആളുകൾ ഉള്ള ആ ഒരു സംഘത്തിൽ എല്ലാവരും എല്ലാ സ്ത്രീകളെയും ആരെങ്കിലുമൊക്കെ ആകർഷിച്ച് അവരെങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ രാത്രി മുഴുവൻ മാറി അവർ ഡാൻസ് കളിച്ചു. എന്നാൽ ഈ 6 മണിക്കൂർ അവിടെ ഞാൻ ചെലവഴിച്ചിട്ടും ഒരാൾ പോലും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എന്ന് മാത്രമല്ല, ഒരാൾക്കും ആകർഷണം പോലും കൊടുക്കാൻ സാധിക്കാത്ത എന്തിനാണ് ഞാൻ ഇത്ര മോശമായി പോയല്ലോ, ഞാൻ ആരാലും ആകർഷിക്കപ്പെടാത്ത എന്നെ തഴഞ്ഞല്ലോ എന്നോർത്ത്, ഇത്ര നിസ്സാരമായിട്ട് എന്നെ തഴഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി അച്ഛാ. അപ്പോൾ വിയാനി പുണ്യവാൻ ചോദിച്ചു, മോളെ, നിൻ്റെ കയ്യിൽ എന്തെങ്കിലും വ്യഞ്ചരിച്ച വസ്തുക്കൾ ഉണ്ടായിരുന്നുവോ? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനിങ്ങനെ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോളെ, നീ നിൻ്റെ ഉടുപ്പിൽ എവിടെയെങ്കിലും ഈ ഒരു ചരട് നീ സൂക്ഷിച്ച് വെച്ചേക്കണം. നീ തിരിച്ചു വരുമ്പോൾ എനിക്ക് വേറെ ഒന്നും കൊണ്ടു തരണ്ട, നിൻ്റെ പോക്കറ്റിൽ തിരിച്ചു വരുമ്പോഴും നീ ഉപയോഗിച്ച ഈ ഒരു ചരടുമായിട്ട് നീ വന്നിരിക്കണം. എന്ത് ചരടാണെന്നൊന്നും എനിക്കറിയില്ല. അമ്മ എന്നോട് പറഞ്ഞു, ഏത് യാത്ര പോയാലും എവിടെ പോയാലും ഈ ഒരു ചരട് നിൻ്റെ കൈ കാണണമെന്ന് പറഞ്ഞു. അച്ഛാ, ഞാൻ അങ്ങനെ പോയപ്പോൾ എൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ആ ചരട് ഒളിച്ചു വെച്ചുകൊണ്ടായിരുന്നു പോയത്. അപ്പോൾ വിയാനി പുണ്യവാൻ പറഞ്ഞു, മോളെ, ഉത്തിരിയം കൈവശമുള്ള ഒരു വ്യക്തിയെ അമ്മയായിട്ടോ പെങ്ങളായിട്ടോ മാത്രമേ ഒരാൾക്ക് കാണാൻ സാധിക്കൂ. ഒരു ജഡ താല്പര്യത്തോടുകൂടെ ഒരാൾക്കും നിന്നെ സമീപിക്കാനായിട്ട് സാധിക്കാത്തത് നിൻ്റെ കയ്യിലിരുന്ന, നിൻ്റെ പോക്കറ്റിൽ കിടന്ന ഒരു ഉത്തിരിയത്തിൻ്റെ വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കും 3 രൂപ കൊടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഉത്തിരിയം ധരിച്ചാൽ എന്ത് കിട്ടുമെന്ന്. ജീവൻ കിട്ടും നമുക്ക്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഒരു ആണ്ടിലെ ഈ ഒരു കർമ്മല മാതാവിൻ്റെ തിരുനാൾ നമുക്ക് വലിയൊരു ആഘോഷമാക്കി മാറ്റണം. നമ്മുടെ ദേശത്തും നമ്മുടെ കുടുംബത്തിലെല്ലാവരും ദേശവിദേശങ്ങളിലായിരിക്കുന്ന സകലരും ഉത്തിരിയം ധരിച്ചിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ഉറപ്പുവരുത്താം. മൂന്നാമതായി നമുക്ക് കിട്ടുന്ന വലിയൊരു ആനുകൂല്യമാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ മരണക്കിടക്കയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പരിശുദ്ധ അമ്മയും ഈശോയും എല്ലാം ഉണ്ടായിരുന്നല്ലേ. അതുപോലെ നമ്മുടെ മരണക്കിടക്കയിലും ഈശോ മറിയ യൗസേപ്പിൻ്റെ വലിയ സാന്നിധ്യം നമുക്ക് ലഭിക്കും. ഉത്തിരിയം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. വീണ്ടും നമുക്കറിയാം, ആത്മീയവും ഭൗതികവുമായ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കും. അല്ല, ഇത്രയൊക്കെ ഉണ്ടായാൽ, ഇത്ര ഒരു ഉത്തിരിയം ധരിച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കരഗതമാകുമെങ്കിൽ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നതല്ലേ? നമുക്ക് ഇന്ന് മുതൽ വലിയ സ്നേഹത്തോടു കൂടെ ഉത്തിരിയം ധരിക്കുന്നവരായിട്ട് മാറാം. പലരും പറയും, ഇങ്ങനെ ഉത്തിരിയം ധരിക്കുമ്പോൾ ചൊറിയുവാണ്, സിസ്റ്റർ മാലയോട് ഇങ്ങനെ കൂട്ടി പിണഞ്ഞ് കിടക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുകയറും ഉത്തിരിയം. ആ കൊണ്ടുകയറുന്ന എന്താണ്? പരിശുദ്ധ അമ്മ നമ്മളെ ക്ഷണിക്കുകയാണ്. ഓരോ പ്രാവശ്യവും നമ്മളെ ജപമാല ചെല്ലാനും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലായിരിക്കാനും കുറച്ച് സമയം പരിശുദ്ധ അമ്മയുടെ അടുത്തൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് അമ്മ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചി എന്നോട് പറഞ്ഞു, സിസ്റ്റർ, വളരെ സാധു ഒരു കുടുംബത്തിലെ അംഗമാണ് പക്ഷേ ഞാനും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണ്. ഒറ്റ കാരണമുള്ളൂ, എൻ്റെ ഭർത്താവ് എന്ത് കാര്യം എന്നോട് ചോദിച്ചാലും ഞാൻ പറയും, പപ്പ, എനിക്കൊരു 10 മിനിറ്റ് സമയം തരാമോ?
അപ്പോൾ 10 മിനിറ്റ് സമയം എന്തിനാണെന്ന് ചോദിക്കും. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് പലപ്പോഴും ഡിസിഷൻ എടുക്കാനായിട്ട്, പല കാര്യങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനായിട്ട് വരുമ്പോൾ രണ്ടുപേരും കൂടെ തർക്കമോ കൊണ്ടാകാനുള്ള സാധ്യതയുള്ളപ്പോൾ അപ്പോൾ പ്ലീസ് എനിക്കൊരു 10 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറയും. സിസ്റ്റർ, ഞാൻ ഈ ഉത്തരീയത്തിൻ്റെ തട്ടെ പിടിച്ച് പരിശുദ്ധ അമ്മയുടെ കൺകളിലേക്ക് നോക്കി, അമ്മേ, ഞാൻ കടന്നു പോകുന്ന ഈ ഒരു പ്രതിസന്ധിയിൽ ഒരു ഡിസിഷൻ എടുക്കാൻ അമ്മ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ അമ്മ മാതാവിൻ്റെ സഹായം തേടും. 10 മിനിറ്റ് കഴിയുമ്പോൾ ജ്ഞാനം നിറഞ്ഞ സ്വർഗീയ ജ്ഞാനത്തിൻ്റെ സിംഹാസനമായ ജ്ഞാനം നിറഞ്ഞ പരിശുദ്ധ അമ്മ എൻ്റെ ഉള്ളിലേക്ക് വിശുദ്ധ സ്വർഗത്തിൽ നിന്നും സ്വർഗീയ ജ്ഞാനം തരും. ഞാനെടുക്കുന്ന തീരുമാനം അത് കറക്റ്റായിരിക്കും സിസ്റ്റർ. ഇത് ഒരു പ്രാവശ്യം മാത്രമല്ല, അനേക തവണ ഇപ്രകാരം ആവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ പരസ്പരം തല്ലിടാനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെതറി തെറിക്കാനൊക്കെയുള്ള പല കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല വാക്കുകളിലൂടെ പരസ്പരം കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും മാറ്റി നിർത്താനും തഴയാനൊക്കെ ഉള്ള അവസരം ഉണ്ടായെങ്കിലും അതൊരിക്കൽ പോലും എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഓരോ മാസവും ഞങ്ങൾ ചെയ്യുന്ന 2 കാര്യങ്ങൾ. ഞാൻ എന്തൊക്കെയാണെന്ന് ചേച്ചി പറയുകയാണ്. സിസ്റ്റർ, ഇന്നലെ കഴിഞ്ഞ ദിവസം സിസ്റ്റർ 30-ാം തീയതി ആയിരുന്നില്ലേ? ഈ 30-ാം തീയതി ഞങ്ങൾ എല്ലാ 30-ാം തീയതിയും ഞങ്ങൾക്ക് 15 മിനിറ്റ് പ്രാർത്ഥന കൂടുതലാണ്. ഈ 30-ാം തീയതി ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ഈ ഉത്തരീയത്തിൻ്റെ തട്ടെ പിടിച്ച്, ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് ഉത്തരീയത്തിൻ്റെ തട്ടയിൽ ഇങ്ങനെ പിടിച്ചിരുന്നു. ഞങ്ങൾ 2 പേരും കൂടെ, ഭാര്യയും ഭർത്താവും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഒരു 15 മിനിറ്റ് സമയം നന്ദി പറഞ്ഞിട്ടേ കുരിശ് വരെ ആരംഭിക്കാറുള്ളൂ. കാരണം എന്താണ്? ഞാൻ ചേച്ചി എങ്ങനെ നന്ദി പറയുന്നതെന്ന് ചോദിച്ചു. സിസ്റ്റർ, 1-ാം തീയതി മുതൽ ഈ 30-ാം തീയതി വരെ ഓരോ ദിവസവും ദൈവം തന്ന അനുഗ്രഹങ്ങൾ വീഴാതെ കാത്തതിനെ, കാലുകൾ കല്ലിന്മേൽ തട്ടാതെ ദൈവദൂത സേവനം ഞങ്ങൾക്ക് തന്നതിനെ, പരിശുദ്ധ അമ്മയും യേശുവേ പിതാവും തിരുക്കുടുംബത്തിൽ ജീവിച്ചതുപോലെ ഞങ്ങളുടെ ഫാമിലി ഒരു ഹോളി ഫാമിലിയാക്കി മാറ്റി പരസ്പര സ്നേഹ സമാധാന സന്തോഷങ്ങൾ കൊണ്ട് ഇഴചേർത്ത ഒരു കുടുംബത്തെ പണിതുയർത്താൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് മാത്രമല്ല, കുടുംബജീവിതത്തിൽ അന്ന് ആ താലി, ആ ചരട് ചാർത്തി അന്ന് തൊട്ട് ഇന്ന് വരെ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ മാസം കുടുംബജീവിതത്തിലൂടെ ദൈവം തന്ന മക്കളിലൂടെ തന്ന അനുഗ്രഹം ഇതെല്ലാം ഓർത്ത് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് എന്ന് ഓരോ ശ്വാസത്തിലും ഞങ്ങൾ പറയും. മാത്രമല്ല, 1-ാം തീയതി ഞങ്ങൾ ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥന, 1-ാം തീയതി 8 മണിക്കാണ് കുരിശ് വരെ ആരംഭിക്കുന്നതെങ്കിൽ അന്ന് 5 മിനിറ്റ് നേരത്തെ ഞങ്ങൾ ആരംഭിക്കും. ഈ ഒരു മാസത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയുടെ തിരുഹൃദയത്തിലൂടെ നിത്യപിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. എന്ത് മനോഹരമാണല്ലേ ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അവർ കരുപ്പിടിപ്പിച്ച ആ സ്നേഹത്തിൻ്റെ ഇഴകൾ ചേർത്ത, പ്രാർത്ഥനയുടെ ഇഴകൾ ചേർത്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉത്തരീയ മാതാവിൻ്റെ ആ ഒരു സ്നേഹത്തിൽ, ആ കാപ്പയ്ക്കുള്ളിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച എന്തൊരു മനോഹരമാണല്ലേ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ വളരെ നല്ല കാര്യങ്ങളാണ്. നമുക്കതൊക്കെ മനസ്സിലാകുമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ 4 ആനുകൂല്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ, ഉത്തരീയം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന 4 ആനുകൂല്യങ്ങൾ. ഈ 4 ആനുകൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തതാണ്, വെഞ്ചരിച്ച ഒരു ഉത്തരീയമായിരിക്കണം നമ്മൾ ധരിക്കേണ്ടത്. ഏതെങ്കിലും കടയിൽ കയറി ഒരു ഉത്തരീയം വാങ്ങിച്ചങ്ങ് ഇട്ടാൽ പോലെ അച്ഛൻ ഔദ്യോഗികമായി പ്രാർത്ഥനകൾ ചൊല്ലി വെഞ്ചരിച്ച ഒരു ഉത്തരീയം നമ്മൾ ധരിച്ചിരിക്കണം. രണ്ടാമതായിട്ട് 24 മണിക്കൂറും നമ്മൾ ഉത്തരീയം ധരിക്കണം. അത് കുളിച്ച് കഴിഞ്ഞാൽ കുളിമുറിയിൽ ആണിയെല്ലാം തൂക്കിയിട്ട് പിന്നെ അത് പോയി പിന്നെ കണ്ടില്ല, പിന്നെ അത് മറന്നുപോയി, പിന്നെ ചൊറിഞ്ഞു മാറ്റി വെച്ചു, അങ്ങനെയല്ല. എല്ലാത്തിനും ഒരു ത്യാഗം ഉണ്ടല്ലേ, ഒരു ജീവിത ക്രമീകരണം ഉണ്ടല്ലേ. 24 മണിക്കൂറും നമ്മളെല്ലാവരും ഉത്തരീയം ധരിക്കണം. പിന്നെ ആ കമ്പിളി വസ്ത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചുംബിക്കണം. 300 ദിവസത്തെ ദണ്ഡവിമോചനം സഭ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് ജീവിതാന്തസ്സിനടുത്ത വിശുദ്ധി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ജീവിതാന്തസ്സിനടുത്ത വിശുദ്ധി നമുക്കെല്ലാവർക്കും അറിയാം, പാലിക്കാനായിട്ട് പരിശ്രമിക്കുക. നാലാമതായി നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും, ഒരു 13 എത്രയും മാതാവോ 12 നന്മ നിറഞ്ഞ മറിയുമോ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എല്ലാ ദിവസവും നമ്മളത് ചൊല്ലിയിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉത്തരീയം ധരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും മുറിയിൽ ഒരു ചെറിയ ഗ്രോട്ടോ ഉണ്ടാക്കുക. ഒരു ഗ്രോട്ടോ എന്ന് വെച്ചാൽ സിമൻറ്റ് കല്ല് മണ്ണൊന്നും ഉപയോഗിച്ചല്ല, ഒരു മാതാവിൻ്റെ ഒരു പടം വെച്ച് നമുക്കൊരു ചെറിയൊരു പൂവോ കായോ എന്തെങ്കിലും എല്ലാ ദിവസവും ഒന്ന് കൊണ്ടേ വെച്ച് അമ്മയെ എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ അവിടെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ ഒരു ചെറിയ പൂവൊക്കെ കൊണ്ടുവച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ധൂർത്തപുത്രൻ അങ്ങ് അകലേന്ന് വന്നപ്പോൾ തന്നെ പിതാവ് അവനെ കണ്ടു എന്നാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ധൂർത്തപുത്രൻ അകലേന്ന് വന്നപ്പോൾ തന്നെ ആ ധൂർത്തപുത്രൻ്റെ അപ്പൻ അവനെ കണ്ടു.
അല്ലേ? വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 15 അധ്യായം 3 നഷ്ടപ്പെടലുകളുടെ കഥയാണല്ലേ. സങ്കടപ്പെടുന്ന ഒരു ഇടയനെയും സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയെയും സങ്കടപ്പെടുന്ന ഒരു പിതാവിനെയും നമ്മൾ കാണുന്നത്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, യഹൂദര് ഇങ്ങനെ ധരിക്കുന്ന വസ്ത്രം വളരെ ഇങ്ങനെ താഴെ വരെ നീണ്ടു കിടക്കുന്ന അങ്കിയാണല്ലേ. പിതാവ് ഇത്ര പ്രായമുള്ള അപ്പ എങ്ങനെയാണ് ഇങ്ങനെ ഇറങ്ങി ഓടിയ തൻ്റെ മകനെ കണ്ട വഴിയാ? മകനല്ലേ ആദ്യം കാണേണ്ടത്. പക്ഷെ അപ്പൻ കണ്ണിമയ്ക്കാതെ വഴിക്കണ്ണുമായിട്ട് ആ മോനെ ഇങ്ങനെ നോക്കി 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 ഇരിക്കുന്നുണ്ടായിരുന്നല്ലേ. അതുകൊണ്ടാണ് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ട് ഓടിച്ചെന്ന് അവനെ ആശ്ലേഷിച്ച് കെട്ടിപ്പിടിച്ച് എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കും, വീട്ടിൽ ചെന്നിട്ട് പോരായിരുന്നു അതൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അന്നേരം തന്നെ എങ്ങനെയാണെന്ന്. ശരിക്കും എന്താണ് നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ധൂർത്തനായി പോയ ഒരു മകനെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് അവനെ പിന്നെ വീട്ടിൽ വളർത്താനുള്ള നിയമമില്ല, ധൂർത്തനായിട്ട് നഷ്ടപ്പെട്ടു പോയ മകനെ കല്ലെറിയാനുള്ള നിയമമുണ്ട്. അപ്പോൾ ഇതറിയാമായിരുന്ന പിതാവ് എന്ത് ചെയ്തു? അവനെ കൂട്ടിച്ചേർത്ത് ആശ്ലേഷിച്ച് എൻ്റെ മകനെ, ഒരു കല്ല് പോലും എൻ്റെ മകൻ്റെ ദേഹത്ത് വന്ന് വീഴുന്നതിന് മുമ്പ് തന്നെ താൻ ചുറ്റിപ്പിടിക്കുകയാണ്. തൻ്റെ മകനെ അത്രമാത്രം സ്നേഹിച്ച് ഏത് തീയമ്പോ ഏത് ക്രൂരമായിട്ടുള്ള അമ്പോ കടന്നു വന്നാലും തൻ്റെ മകനെ അതിൽ നിന്നും സംരക്ഷണ കവചം തീർത്ത് സംരക്ഷിക്കണമെന്ന ആ അപ്പൻ്റെ വലിയൊരു ത്വര അല്ലേ. ഇതുപോലെ നമ്മളെ കവചം ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ ഒരമ്മ നമുക്കുണ്ട്. അപ്പനുള്ള വീടും അപ്പനില്ലാത്ത വീടും അമ്മയുള്ള വീടും അമ്മയില്ലാത്ത വീടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ജീവിക്കുന്നത് അമ്മയുള്ള വീട്ടിലാണ്. അമ്മയുള്ള പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലെ അംഗങ്ങളാകുവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ അമ്മ പുത്രനെ അപ്പൻ ചേർത്ത് പിടിച്ച് ആശ്ലേഷിച്ചതുപോലെ മക്കളായി നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള കാറ്റേറ്റ് നമ്മളാരും വാടി തളർന്നു പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മ തൻ്റെ ഉത്തരീയമാകുന്ന കവചം കൊണ്ട് എല്ലാ തീയമ്പുകളെയും എല്ലാ ക്രൂരമായിട്ടുള്ള അമ്പുകളെയും എയ്യുന്ന ഒളിഞ്ഞും മറിഞ്ഞും രഹസ്യമായിട്ടും പരസ്യമായും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ ഇടയുള്ള, നമ്മളെ തകർക്കാൻ സാധ്യതയുള്ള സകല തിന്മയുടെ ആധിപത്യത്തിൽ നിന്നും ശത്രുവിൻ്റെ കോട്ടക്കൊത്തലങ്ങളിൽ നിന്നും നമ്മളെല്ലാവരെയും പൊതിഞ്ഞു പിടിക്കുന്ന ആ ഒരു കമ്പിളി വസ്ത്രമാണ് ഈ ഉത്തിരി എന്ന് പറയുന്നത്. നമുക്കതുകൊണ്ട് ഇന്ന് മുതൽ ഈ ഉത്തിരിയത്തിൻ്റെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഉത്തിരിയം ധരിക്കുവാനും, ഈ ഉത്തിരിയത്തെ പിടിച്ചൊരു പ്രാർത്ഥന, ഞാൻ ആദ്യം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ടല്ലോ, കർമ്മലയിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണയായ മുന്തിരി, സ്വർഗത്തിൻ്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ്സേ, നിത്യനിർമ്മല കന്യകയായിരുന്ന ദൈവപുത്രനെ പ്രസവിച്ചവളെ, എൻ്റെ ഇന്നത്തെ ആവശ്യത്തിൽ എന്നെ സഹായിക്കണമേ, എന്നെ രക്ഷിക്കണമേ, അങ്ങ് എൻ്റെ അമ്മയാണെന്ന് എനിക്ക് കാണിച്ചു തരണമേ. കഴിഞ്ഞ ദിവസം ഭൂകമ്പം ഉണ്ടായപ്പോൾ ഒരു അമ്മ മകനെ ചേർത്ത് പിടിച്ച് അമ്മ മരിച്ചെന്നും മകൻ രക്ഷപ്പെട്ടെന്നൊക്കെ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഓരോ കുഞ്ഞിനെയും പരിശുദ്ധ അമ്മ ദുഷ്ടൻ്റെ കരവലയത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കുന്ന നിർമ്മലമായ കമ്പിളി വസ്ത്രമാണ് ഈ ഉത്തിരി എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ആ ഒരു നിർമ്മല കാപ്പയ്ക്കുള്ളിൽ നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കൊച്ചുരേസ്യ പുണ്യവതി പറയുന്നുണ്ട്, സ്വന്തം ആശാപാശങ്ങൾക്കെതിരെ കർമ്മല അമ്മയുടെ കന്യകാ വസ്ത്രത്തിൻ്റെ തിരുനിഴലിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഞാൻ യുദ്ധം ചെയ്തിരുന്നു. അനുദിനം യുദ്ധം ചെയ്യാൻ പരിശുദ്ധ കർമ്മലനാഥയുടെ കർമ്മല ഉത്തരീയം എന്നെ സഹായിച്ചിരുന്നുവെന്ന് വിശുദ്ധ കൊച്ചുരേസ്യ പറയുന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തെ ശത്രുവിൻ്റെ എല്ലാ കെണികളിൽ നിന്നും, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാനുള്ള ദുഷ്ടദൃഷ്ടിയിൽ നിന്നും നമ്മളെ കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗവും നിർമ്മല ഉത്തരീയം ധരിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. നമ്മുടെ മുന്നിൽ ഗോലിയാത്താണെങ്കിലും സിംഹക്കുഴിയാണെങ്കിലും തീച്ചൂളയാണെങ്കിലും മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിക്കുന്ന ഒരാൾ പോലും പാതി വഴിയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ചരിത്രം ഈ ലോകത്തിൽ നമ്മൾ ആരും കേട്ടിട്ടില്ല. ആകയാൽ ഈ ഒരു കാലഘട്ടത്തിൽ സ്ഫുടം ചെയ്തെടുത്ത വിശ്വാസ വീക്ഷണത്തോടെ നമ്മളും നമ്മുടെ തലമുറയും മുന്നോട്ട് പോകുവാൻ വെഞ്ചരിച്ചൊരു ഉത്തരീയം ഇന്ന് തന്നെ നമുക്ക് സ്വന്തമാക്കി നമുക്ക് ധരിക്കണം. നമ്മുടെ വീട്ടിലെല്ലാവരെയും ധരിപ്പിക്കണം. ഒരു ഉത്തരീയം പ്രചരിപ്പിക്കുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉത്തരീയത്തിൽ പൊതിഞ്ഞ് പരിശുദ്ധ അമ്മേ, ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും കാത്തുകൊള്ളണേന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും കരങ്ങളൊന്ന് കൂപ്പിപ്പിടിക്കാം. പരിശുദ്ധ അമ്മേ, നിർമ്മല ഉത്തരീയം ധരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും അമ്മേ കരങ്ങളിലെടുത്തിപ്പോൾ അമ്മ പ്രത്യേക മധ്യസ്ഥം വഹിച്ച് അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മേ, നിർമ്മലരായി മുന്നോട്ട് പോകാൻ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയുടെ സൂര്യപ്രഭ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വീടുകളിൽ എല്ലാ അന്ധകാരവും നീക്കുവാൻ പരിശുദ്ധ അമ്മേ, അമ്മ കരങ്ങളിലെടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉണ്ണീശോയുമായി എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ അമ്മയുണ്ടായിരിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.